ശ്രീ സജി നന്ദിയാട്ട്, ഇതിപ്പോൾ കോടതിയിൽ നടന്നതിനേക്കാൾ കൂടുതൽ വാഗ്വാദങ്ങൾ ഇക്കാര്യത്തിൽ കോടതിക്ക് വെളിയിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് താങ്കളൊക്കെ ഉൾപ്പെടുത്ത ചർച്ചകളിലൊക്കെ ഒരുപാട് തവണ ഇതേക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നതിൽ രണ്ട് പക്ഷം ചേർന്നുള്ള വാഗ്വാദങ്ങൾ. പക്ഷേ എല്ലായ്പ്പോഴും പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കേസിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അതിനൊറ്റ കാരണം അതിൽ മറ്റു പ്രതികളുടെ സ്വാധീനമല്ല. ഇപ്പോൾ പൾസർ സുനിയെയോ മാർട്ടിൻ ആന്റണിയുടെയോ ഒന്നും സ്വാധീനമല്ല, മറിച്ച് ദിലീപ് എന്ന ഒരൊറ്റ വ്യക്തിയുടെ സ്വാധീനമാണ്. അദ്ദേഹം പ്രബലനാണ്, അതുകൊണ്ട് തന്നെ ഈ സ്വാധീനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഈ വിചാരണ പോലും നീണ്ടുപോയത്. എത്രയോ ഹർജികൾ ഇതിനിടയിൽ വന്നു. മെമ്മറി കാർഡിന്റെ ദുരുപയോഗം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ, മെമ്മറി കാർഡ് തുറന്നു നോക്കിയതിൽ കോടതി മുറികളെ പോലും സംശയനിഴലാക്കിയ സംഭവങ്ങൾ. അപ്പോൾ ആ ഒരൊറ്റ പ്രബലന്റെ സാന്നിധ്യം ഈ കേസിനെ അട്ടിമറിക്കുമോ എന്നുള്ള ചിന്ത കോടതിക്ക് വെളിയിലുണ്ട്. ശ്രീ സജി നന്ദിയാട്ട്, ഇപ്പോഴും അല്ല, ഒന്നാമത്തെ കാര്യമേ, ഈ 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെടുന്നത്. പൾസർ സുനി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? ഫെബ്രുവരി 23, 6 ദിവസം കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ദിലീപ് അറസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാ? 4 മാസം കഴിഞ്ഞാൽ, ജൂലൈ 10-ാം തീയതിയാണ്. ആലോചിച്ച് നോക്കി, ലോകത്തെവിടെയും അങ്ങനെ കേട്ടിട്ടുണ്ടോ? അതിനിടെ നടന്ന നാടകമാണ്. ആദ്യമേ ഇതൊരു ഒരു കൊട്ടേഷനാണ്. ആർക്കെതിരെയുള്ള കൊട്ടേഷനാണ്? ദിലീപിനെതിരെയുള്ള കൊട്ടേഷനാണ്. ആ കൊട്ടേഷന് വേണ്ടി ഒരു തിരക്കഥ ഉണ്ടാക്കി ഈ നടി ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ്. കാരണം കാവ്യ മാധവൻ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന കാരണം. അത് ബാക്കി ഞാൻ പിന്നെ പറയാം, 8-ാം തീയതി പറയാം. കാവ്യ മാധവൻ വിവാഹം കഴിച്ചു എന്നുള്ളതായിരുന്നു ഇതിന്റെ അടിസ്ഥാന ബേസിക് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അതിനുള്ള ചുരുക്ക് തീർത്തതാ. നല്ല തിരക്കഥ സംഭാഷണം എഴുതി. ഇതിനു മുമ്പ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പൾസർ സുനിയെ സിനിമയ്ക്കകത്തുനിന്ന് തന്നെ ഇവര് പിക്ക് ചെയ്തു. അതിനുശേഷം നടന്ന നാടകങ്ങളാണ്. അപ്പം ഇതൊരു ആദ്യമേ നമ്മളെല്ലാം വിശ്വസിക്കും, എല്ലാവരും. ഞാൻ വിശ്വസിച്ചിട്ടില്ല, കാരണം ഞാൻ എൻ്റെ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അത്യാവശ്യം മോണിറ്റർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോ അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് അത്യാവശ്യം ബോധവും ഉള്ളത് കൊണ്ട് ഞാൻ ആദ്യം മുതൽ, നിങ്ങൾക്കറിയായിരിക്കും, മഞ്ജുഷ അറിയായിരിക്കും, മഞ്ജുഷ അന്ന് മാതൃഭൂമി വർക്ക് ചെയ്യുക. കേരളത്തിൽ ആദ്യം ദിലീപിന് വേണ്ടി വർത്താനം പറയാമെന്ന് ഞാനാ. രാഹുൽ ഈശ്വർക്ക് 1-2 റൗണ്ടിലാണ് നമ്മുടെ ബാലേന്ദ്രകുമാറിനെ വെളിപ്പെടുത്തുന്ന സമയത്താണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം? നടി ആക്രമിക്കപ്പെട്ട കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും നടിയോട് വിരോധമുണ്ടോ? ഇല്ല. ആ സഹോദരിയെ ആക്രമിക്കുന്നതിന്റെ പേരിൽ കൃത്യമായും അവർ ശിക്ഷിക്കപ്പെടണം, ഒരു സംശയം വേണ്ട. പക്ഷെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ മനഃപൂർവ്വം ഇതിൽ കുടിക്കുക, അത് കേരളത്തിന് പോകെ മനസ്സിലായിട്ടുണ്ട്. ആദ്യ സമയത്ത് നമുക്കറിയാം, ഞാൻ മഞ്ജുഷോട് പറയാം, ആദ്യ സമയത്ത് ഞാൻ ചർച്ചയിൽ ദിലീപിന് അനുഭവം വരുമ്പോൾ പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ നമ്മളോട് പറയുമായിരുന്നു. അതിനുശേഷം ഈ കേസിന്റെ ഈ നാടകങ്ങൾ, ഡ്രാമ കണ്ട മലയാളി, സാമാന്യബോധമുള്ള മലയാളിക്ക് പിടികിട്ടി ഇത് ഒന്നാന്തരം ഉടായിപ്പ് കേസാണ്. അതുകൊണ്ടാണ് പിന്നീട് വരുന്ന ഓരോ പൾസും, നമ്മളറിയാലോ, മഞ്ജുഷ ഒരു സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ മഞ്ജുഷിന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, എനിക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് ഉണ്ട്. അതല്ല നമ്മൾ അക്രമത്തിനോ തെറ്റിനോ കൂട്ടു നിന്നിട്ട് അതിനെ കൈയടിക്കുന്ന സമൂഹം ഇവിടെ ഇല്ല മഞ്ജുഷേ. നമ്മളും വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ളവരല്ലേ. ഇതിനകത്ത് റിയൽ ഫാക്ട് എന്ന് പറയുന്നത്, ദിലീപിനെ നേരത്തെ പ്രതിയാക്കി, ഒരാളെ പ്രതിയായി വെച്ച് പ്രതിഷ്ഠിച്ചതിന് ശേഷം തെളിവ് ശേഖരിച്ചുകൊണ്ടിരുന്നു. അവിടെയാ പറ്റിയത്. അതിന് വലിയ ഗൂഢാലോചന, ദിലീപിനെതിരെ ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പത്രങ്ങൾക്ക് പലതും കിട്ടിയത്. റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ എല്ലാം ആദ്യം വന്നുകൊണ്ടിരുന്നതിന്റെ പ്രധാന കാര്യം എന്താണ്? ഇത് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെയാണ് ചോർന്നു പോയിരിക്കുന്നത്. ദിലീപിനെ പൊതു സമൂഹത്തിനിടയിൽ മാക്സിമം ഈ ആളാണ് എന്നൊരു ബോധം ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് കൂടിയാണല്ലോ ഇപ്പോൾ താരസംഘടന ഉൾപ്പെടെയുള്ളവർ ഇരയായ നടിക്കൊപ്പം നിൽക്കാതെ പോയത്. അപ്പോൾ നിങ്ങളുടെ സംഘടനയും അങ്ങനെ തന്നെയാണല്ലോ, ഇരയായ നടിക്കൊപ്പം നിന്നില്ല. അതവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ടി വന്നിട്ടുണ്ട് ഇക്കാര്യങ്ങൾ. വിചാരണ പോലും നടക്കുന്നത് നീതിപൂർവ്വമല്ല എന്നവർക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് കത്ത് നൽകേണ്ടി വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക്, സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അത്തരത്തിലുള്ളൊരു കൊട്ടേഷൻ കൂടി തയ്യാറാക്കി അതിനൊപ്പം തന്നെ, അതായത് ഈ നടി പറയുന്നതെല്ലാം കള്ളമാണ്, ഇത് ദിലീപിനെതിരെയുള്ള കൊട്ടേഷൻ, അതായത് റിവേഴ്സ് കൊട്ടേഷൻ എന്നുള്ള ഒരു പ്രതീതി പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു കോടതി മുറിക്ക് വെളിയിൽ. അതാണ് സംഭവിച്ചത്. അയ്യോ, ആ നടി ഒരു പാവം ആളാണ്. പുള്ളിക്കാരത്തിക്ക് ഇതേക്കുറിച്ചൊന്നും, ദിലീപാണ് പ്രതി എന്ന് അദ്ദേഹം നടി പറഞ്ഞിട്ടുണ്ടോ? പൾസർ സുനിയാണ് പ്രതി എന്ന് നടി പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും മഞ്ജുഷിന് കേൾപ്പിക്കാമോ? പിന്നെ
ഇവർ പറയുന്നത് കേൾക്കാനേ അവർക്ക് വിചാരണ രഹസ്യമായി നടന്ന കാര്യമാണ്. നമ്മൾ വിചാരണ മുറിയിൽ, കോടതി മുറിയിൽ എന്താണ് നടന്നത് നമുക്ക് അറിയില്ല. അടച്ചിട്ട മുറിയിൽ നടന്ന സംഭവമാണ് അത്. മിനിക്ക് പോലും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്ന് അറിയില്ല. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ ശ്രീമതി ടി ബി മിനി?